എല്ലാവർക്കും പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന സദ്യ വിഭവം 2 തരം ഓലനാണ്. ഒന്ന് മത്തനും പച്ചപ്പയറും ചേർത്തുള്ള ഓലൻ, രണ്ടാമത്തേത് മമ്പയറും കുമ്പളവും വെച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മത്തൻ വെച്ചിട്ടുള്ള ഓല ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതേ മത്തൻ്റെ പീസുകൾ ഇതേപോലെ നേരിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക, ഈ ഒരു വലുപ്പത്തിൽ. അതിൻ്റെ ഒരു 1/4 ഭാഗം മതി പച്ചപ്പയർ, ഏതാണ്ട് ഇതേ ഒരു സൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്, എരിവുള്ളതാണെങ്കിൽ 1 മതി. കുറച്ച് കറിവേപ്പില വേണം. തേങ്ങാപ്പാൽ 1-ാം പാലും പിന്നെ അതുപോലെ 2-ാം പാലും അത്രയും മതി. 1-ാം പാൽ നല്ല കട്ട് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് നല്ല കുറുകിയ തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് തന്നെ എടുത്ത് വെക്കുക. ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഇതേ പാത്രത്തിലേക്ക് ഞാൻ മത്തനും അതുപോലെ പച്ചപ്പയർ, കൂടെ പച്ചമുളക്, കുറച്ച് മാത്രം കറിവേപ്പില, കുറച്ച് ഉപ്പ് അത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നേരെ ഇനി അടുപ്പിലേക്ക് വെക്കാം. തീ ഒരുപാട് കൂട്ടിയിട്ടിട്ട് ചെയ്യണ്ട, ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി സിമ്മിലേക്ക് ഇട്ടാൽ മതി. ഒരുപാട് ഹൈയിലിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഉടഞ്ഞു പോവാതെ, എന്നാൽ കറക്റ്റ് ആ ഒരു വേവ് ആയിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, അപ്പോൾ അതൊന്ന് വറ്റിക്കണം. അതിനുവേണ്ടി തുറന്ന് വെച്ചിട്ട് ഒന്ന് തീ കൂട്ടിയിട്ടിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കുക. ഒരുപാട് വറ്റണ്ട, കുറച്ചൊക്കെ ആയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ. കുറച്ചുണ്ടായാലും കുഴപ്പമില്ല. നിറയെ വെള്ളം ആകുമ്പോൾ നമ്മൾ ഈ ഒരു 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്ക് വെള്ളം കൂടിപ്പോകും. അപ്പോൾ അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിളപ്പിക്കൊന്നും വേണ്ട. അപ്പം നമ്മുടെ ആദ്യത്തെ ആ ഒരു ഓലൻ റെഡിയായി. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെക്കാം. മത്തനും പച്ചപ്പയറും ചേർത്തിട്ടുള്ള ഓലൻ ഇവിടെ കറക്റ്റായിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് സെറ്റാവും. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇത് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ആ ഒരു ഓലൻ ചെയ്യാം. അത് കുമ്പളവും അതുപോലെ തന്നെ മമ്പയറും ചേർത്തിട്ടുള്ള സാദാ ഓലൻ തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒരു കുക്കറിൽ മമ്പയർ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കുറച്ച് ഉപ്പും, ഒരുപാടാവണ്ട, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് ഉടഞ്ഞു പോവാതെ ഒരു പാകത്തിന് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അതിലും എടുക്കുന്ന കുമ്പളത്തിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ 1/4 ഭാഗം മതി മമ്പയർ. അപ്പോൾ അതേ ഇവിടെ മമ്പയർ വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തു കേട്ടോ. അത്യാവശ്യം ഒന്ന് ഉടഞ്ഞിട്ടുമുണ്ട്, എന്നാൽ അധികമായിട്ടുമില്ല. ആ ഒരു പാകത്തിന് എടുക്കണം. ഞാൻ അതിൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ കുമ്പളം അതേ കട്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. നമ്മുടെ മത്തൻ കട്ട് ചെയ്ത് അതേ അളവ് തന്നെയാണ്, ഏതാണ്ട് അതേപോലെ നൈസായിട്ട് ഞാനത് പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മമ്പയറും ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി മമ്പയറും വെള്ളവും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു കുമ്പളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 2-ാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. തേങ്ങാപ്പാൽ ചേർക്കൊണ്ട് തന്നെ ഒരുപാട് ഹൈയിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. 2-3 മിനിറ്റ് അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടും. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് വെള്ളം വറ്റും വേണം. ഇനി അതിലുള്ള ഉപ്പ് ഒന്ന് നോക്കണം കേട്ടോ. എപ്പോഴും ഈ ഒരു സമയം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം. എനിക്കിത് പാകം തന്നെയായിരുന്നേ. ഇനി ഒന്നും കൂടെ വേവിച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട്. അപ്പം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നു. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിയിട്ട് ഇതിനകത്തേക്ക് മമ്പയർ ഇട്ട് കൊടുക്കുകയാണേ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മമ്പയർ ഉണ്ടല്ലോ അത്. അപ്പോൾ ഞാനിത് എടുത്തേക്കാൻ കാരണം എല്ലാം കൂടെ ഉടഞ്ഞു പോകണ്ടാച്ചിട്ടാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാണ്. ഇനി തിളയ്ക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.